കാർത്തിക് സൂര്യയുടെ കാവഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സികളൊക്കെ ഇങ്ങനെ കുറച്ച് ദിവസം മുന്നേ വരെ ഇങ്ങനെ നടന്നിരിക്കണായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ആ കോൺട്രവേഴ്സികളൊക്കെ ഒന്ന് കെട്ടടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ കാർത്തിക് സൂര്യ എന്തോ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് എന്താണ്ടും എവിടെയോ വന്നപ്പോഴത്തേക്കും ആ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ള ഈ കോൺട്രവേഴ്സികളെ പറ്റി. അപ്പൊ പുള്ളിയുടെ സൈഡ് പറയുന്നുണ്ട്, കാർത്തിക് സൂര്യ പുള്ളിയുടെ സൈഡ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. കുറെ നെഗറ്റീവ് ഒക്കെ വന്നു വീഡിയോയ്ക്ക്, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് എന്ത് പറയാനോ, ലോകത്ത് എന്ത് വന്നാലും 2 വർഷം അമ്മയെ തല്ലി 2 വർഷം പറയുന്ന ആൾക്കാരല്ലേ. ആരോടും ഒരു പരിഭവം ഇല്ല, എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. നെഗറ്റീവ് പറഞ്ഞു, വിശ്വാസത്തിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ ബ്രോ. നമുക്ക് എനിക്കറിയില്ല നെഗറ്റീവ് പറയുന്നത്. ഞാൻ അങ്ങനെ നെഗറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഹാപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ര അറിഞ്ഞാൽ മതി എനിക്ക്. ഞാൻ കണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഒരു 2 ദിവസം മുന്നേ കാവടി കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടത്. ബട്ട് എന്തോ എന്നെ അതൊന്നും അഫക്ട് ചെയ്തില്ല സത്യം. സാറിന് നെഗറ്റീവ് ഞാൻ ഡെസ്പാ, പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. കാരണം അത്രത്തോളം മനസ്സർപ്പിച്ച് ചെയ്ത കാര്യങ്ങളായിരുന്നു. അടുത്ത പ്രാവശ്യം ഇനി കാവടി തീർച്ചയായിട്ടും എന്നെ കൊണ്ട് കഴിയുന്ന വർഷം എടുക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ പുള്ളിക്ക് കിട്ടിയ നെഗറ്റിവിറ്റീനെ എല്ലാം ഒരു പോസിറ്റീവ്, ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് പുള്ളി അതിനെയൊക്കെ നോക്കി കണ്ടത്. ഇപ്പൊ നമുക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ അതേപോലെ, എനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ അതേപോലത്തെ ഭയങ്കര നെഗറ്റിവിറ്റി ഒക്കെ കിട്ടുമ്പോഴത്തേക്കും ഒരു പരിധി വരെ നമുക്ക് അതിനെയൊക്കെ നമുക്ക് അങ്ങനെ വിഷയമൊന്നുമില്ല, ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ ഒരു പരിധിക്ക് മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് ഉറപ്പായിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ എല്ലാം അത് ബാധിക്കും. അപ്പൊ ഈ കാർത്തിക് സൂര്യനെ എത്രത്തോളം ബാധിച്ചിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ ഇതിനകത്ത് പറയുന്നത്. പക്ഷേ എന്നാലും ഒരു ചെറിയ അളവിലെങ്ങാനും ബാധിച്ചിട്ടുണ്ടാവുമല്ലോ. കാര്യം ഇത്രയും നെഗറ്റിവിറ്റി നമുക്ക് എതിരെ വരുമ്പോഴത്തേക്കും പിന്നെ പുള്ളി പറയുന്നുണ്ടല്ലോ ആ ഒരു അത്രയും, അതായത് പുള്ളി അത്രയും ഡിവോഷനോടെ അത്രയും പുള്ളി അത്ര ഭക്തിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പുള്ളി അത് ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്ക് അതിനകത്തുനിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റി ഒന്നും പുള്ളിനെ അധികം ബാധിച്ചിട്ടില്ല. അങ്ങനെയും വരാട്ടാ. കാര്യം നമുക്ക് ഒരു കാര്യത്തിനകത്ത് പുള്ളി അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ നെഗറ്റിവിറ്റി വരുമ്പോഴത്തേക്കും പുള്ളി ചിലപ്പോൾ അത് ബാധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. എന്നാലും പുള്ളി അതോടെ ബാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പൊ എന്താണെങ്കിലും എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരാളുടെ വിശ്വാസം അത് അയാൾ വന്നിട്ട് എല്ലാവരെയും കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഈ കാർത്തിക് സൂര്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ വിശ്വാസം പുള്ളിക്കാരന്റെ ആൾക്കാരെ കാണിക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഇപ്പൊ ആൾക്കാർക്ക് അതിനകത്ത് ഒരു വിയോജിപ്പുള്ള ആൾക്കാർക്ക് അതിനകത്ത് ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യുക. നമുക്ക് ഈ കാണിക്കുന്നത് ഒന്നും ഇടണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അവർക്ക് താല്പര്യമുള്ള, അതായത് അവർക്ക് എന്താണോ തോന്നുന്നത് അത് പറയാം. പക്ഷേ അതിന് പകരം ഈ തെറിവിളിയും അതേപോലെ നീ അങ്ങനെ അത് ചെയ്തത് ശരിയായില്ല, മറ്റതായിപ്പോയി, മറിച്ചായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിക്കുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഒരു അന്തവും കുന്തും ഇല്ലാത്ത രീതിക്കുള്ള കുറെ കമന്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കാർത്തിക് സൂര്യയുടെ വീഡിയോന്റെ അടിയിൽ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ഒരു മതവിശ്വാസിയല്ല, ഞാൻ ഒരു മതത്തിനകത്തും അങ്ങനെ ദൈവത്തിനകത്തും ഒന്നും ഞാൻ വിശ്വസിക്കാത്ത ആളാണ്. കാര്യം ദൈവം എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ആവശ്യമില്ല എന്നൊരു കരുതുന്ന ഒരാളാട്ടെ ഞാൻ. എന്നും പറഞ്ഞിട്ട് ഞാൻ ആരോടും ഇങ്ങനെ പറയാറില്ല നീ ദൈവത്തിൽ വിശ്വസിക്കാൻ പാടില്ല, നീ ഇത് കാര്യം ദൈവം ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ആരോടും പറയാറില്ല. കാര്യം നിങ്ങളുടെ ഇഷ്ടമാണ് വിശ്വസിക്കാണ്ടിരിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഇഷ്ടത്തിന് വിടാം. ഇപ്പൊ കാർത്തിക് സൂര്യനാണെങ്കിലും പുള്ളിക്കാരുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ഭക്തി മാർഗം, അതേപോലെ പുള്ളിക്ക് കാവടി എടുക്കണോ, പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പുള്ളിക്കാരനെ വിടാം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് അത് കണ്ടപ്പോഴത്തേക്കും പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം നെഗറ്റീവ് കമന്റ്സിനെയൊക്കെ ഇപ്പൊ പുള്ളി പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, അമ്മേനെ തല്ലിയാൽ 2 പക്ഷം ഉണ്ടാവും. അത് കറക്റ്റ് കാര്യമാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ എത്ര വലിയൊരു വിഷയം, എത്ര വലിയൊരു കൊടൂരമായിട്ടുള്ള അന്താരാഷ്ട്ര വിഷയം തന്നെ എടുത്താൽ തന്നെ അതിനെടുത്താൽ 2 പക്ഷം ഉണ്ടാവും. അപ്പൊ ഈ ഒരു കാർത്തിക് സൂര്യ അവിടെ എടുത്ത റിലേറ്റഡ് ആയിട്ട് ആ ഒരു ടോപ്പിക്കിനകത്ത് നോക്കണമെങ്കിൽ 2 പക്ഷം ഉറപ്പായിട്ട് ഉണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.